ഹായ് ഹലോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്ലിങ് ചെയ്താണല്ലേ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇന്ന് പ്ലിങ്ങണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ നേരത്തെ കാലത്ത് എണീറ്റിട്ടുണ്ട്. അപ്പോൾ ചടപടയെന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചായ കുടിക്കണം കേട്ടോ. നേരത്തെ നമ്മൾ ചായക്കൊപ്പം ബേർബൺ ബിസ്ക്കറ്റും അതുപോലെ തന്നെ 2 വാനില ഒരു ചോക്ലേറ്റ് കേക്കും എന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കാണണ മാറിയൊന്നല്ല കേട്ടോ, കേക്കൊക്കെ കരിങ്കല്ല് ടൈപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം തന്നെ വിസിറ്റ് ചെയ്തത് കർണാടക ഗാർഡൻ ആണ്, അല്ലെങ്കിൽ കർണാടക സിറി ഹോറികൾച്ചറൽ ഗാർഡൻ എന്നൊക്കെ പറയും. നമ്മൾ അത്ര വലിയ വാക്ക് ശ്വാസം പിടിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഗൂഗിളിൽ കർണാടക ഗാർഡൻ അടിച്ചാൽ തന്നെ ഈ ഒരു പ്ലേസ് നമുക്ക് കാണാം. അപ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് ഒരാൾക്ക് കയറാൻ വേണ്ടിട്ട് വലിയ ചാർജ് ചെയ്യണത് 100 രൂപയാണ് കേട്ടോ. പിന്നെ നമുക്ക് കാർ പാർക്കിങ്ങിനായിട്ട് വന്നത് 80 രൂപയാണ്. കാർ പാർക്കിംഗ് ഒക്കെ ഒരു ചാർജ് ചെയ്യും. പിന്നെ ആദ്യം പറഞ്ഞുതരാം, നടന്ന് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം ഇങ്ങോട്ട് വരിക. കാരണം അത്രയും തോന്നെ നടന്ന് കാണാനാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എന്താ കാണാനുള്ളതെന്ന് ചോദിക്കണവർക്ക് ഫുള്ള് ചെടികളും, അതായത് പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഫുള്ള് കാണാനുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ എന്തൊരു പൊട്ടത്തിയാണ്, ഗാർഡനാണ് കർണാടക ഗാർഡനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തൊക്കെ കാണുന്നത് ഫുള്ള് ഗാർഡൻ ആണെന്ന് പറയുന്നത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുക. വെറുതെ ഒരു രസം അവിടെ കിടന്നോട്ടെ. ഇനിയിപ്പോൾ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിലും നടന്ന് എല്ലാ ടൈപ്പ് ചെടികളും കണ്ട് എന്താ ചെടികളെന്ന് നമുക്കറിയാം. അപ്പൊ ഇതാക്കണോ വീണ്ടും ഗാർഡന്റെ ഉള്ളിൽ വേറൊരു ഗാർഡൻ ഉണ്ടാക്കി വെച്ചുകൊണ്ടിട്ടോല്. ഇനി ഇതിന്റെ ഉള്ളിൽ എന്താന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, ചെടികളെന്നെ. പിന്നെ നടന്നതാ ലാസ്റ്റ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തി. ആ പാലത്തും കൂടെ കടന്നാലാണ് എക്സിറ്റ്. അത്ര നടന്ന് ഇന്റെ ഊപ്പാട് അളകിട്ട് അതിന്റെ ഇടയ്ക്ക് തിന്നാൻ കിട്ടാത്ത കുറച്ച് മീനാളെ കണ്ടപ്പോ ഒരു ആശ്വാസം, കുറച്ച് സങ്കടം. പാലത്തും കൂടെ പോകാൻ ഇമ്മിപ്പി അനിയനൊക്കെ വേറെ റൂട്ട് കൂടെ പോയിട്ടോ. ഞാൻ ഈ ഷോർട്ട് വൈ കൂടെയാണ് പോയത്. പോലും കുറച്ചേരം എന്നെ വെയിറ്റ് ചെയ്ത് കാണും. ഞാൻ കുറച്ച് മാസാ വെച്ചിട്ട് ഒരു സ്ഥലത്ത് ഫോണൊക്കെ വെച്ച് വലിയ ആളെ വീഡിയോ എടുക്കാനും വലിയ ആളെ നടന്നു വരുന്ന ഒരു വീഡിയോ ഒക്കെ എടുക്കാനേ ഞാൻ പ്രതീക്ഷിച്ചു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്ക് 1 മാസം കാട്ടാൻ പറ്റി. വേറെ നല്ല കൈസ് ഒരു പട്ടി കൊരയോടെ പെരും കൊര. ലാസ്റ്റ് ആ കൊര എടുത്തെടുത്ത് വരുന്നത് കണ്ടപ്പോ ഞാൻ ഫോണും കൊണ്ടൊരു മണ്ടലേനു. അതും ഞാൻ പേടിച്ച് മണ്ടാണെന്ന് ആർക്കും മനസ്സിലാവാണ്ട് വെച്ചിട്ട് ഞാൻ സ്ലോ മോഷനിലാണ് ഫോണൊക്കെ അവിടെ നിന്ന് എടുത്തത്. അങ്ങനെ പാലത്തിന്റെ അവിടെ എത്തിയപ്പോ ഉമ്മിപ്പിയൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഓരോടത്ത് എത്തിയേക്കാനെ ഞാൻ ആദ്യം നോക്കിയത് ഇന്നെ നോക്കി കുറച്ച പട്ടി എവിടെയാണ്. അപ്പോഴാ മനസ്സിലാണ് ഞാൻ പോകാൻ പോണ പാലത്തിന്റെ അടിയിൽ ആ പട്ടി കിടക്കുന്നുണ്ട്. തൃപ്തിയായി. അതിന്റെ അടിയിൽ കൂടെ പാലത്തും കൂടെ കിടക്കാതെ അവിടെ നിന്നാണ്ട് ഒരു ഫോട്ടോ വേണേ, ഒരു ഫോട്ടോ എടുത്തരും, ഒരു കപ്പിൾ ഫോട്ടോ പ്ലീസ്, അങ്ങനെ ഓരോന്ന് പറഞ്ഞാണ്ട് എന്റെ തല പിരാക്കാക്കണം എന്റെ അമ്മിപ്പിട്ടോ. എന്റെ പേടി അതൊന്നല്ലേനു കേട്ടോ. ഇവർക്ക് കപ്പിൾ ഫോട്ടോ എടുത്തു കൊടുക്കുമ്പോൾ എന്റെ പേടി ആ പട്ടിയായിട്ട് പാലത്തും കൂടെ കയറിയിട്ട് വരുമോ നേനുട്ടോ. ഏതായാലും ഈ പാലം കടക്കാതെ എക്സിറ്റ് ചെയ്യാൻ പറ്റൂലോ, അതുകൊണ്ട് ഈ പാലം കടക്കാൻ തന്നെ വെച്ചിട്ടു. എന്റെ ഒരു ധൈര്യത്തിന് വേണ്ടി ഇമ്മാനിപ്പനി ബാക്കിലും മുമ്പിൽ അനിയനെ നിർത്തിയിട്ടാണ് ഞാൻ ഈ പാലം കടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ പാലം കടന്നെങ്ങനെ ആദ്യം നോക്കിയത് ഇന്നെ നോക്കി കുറച്ച് ആ പട്ടി ഇവിടെ ഉണ്ടോന്നതിനുട്ടോ. ആ പട്ടി ഇവിടെ ഇല്ല, എന്തോ ഭാഗ്യം. അപ്പൊ ഗൈസ് ദണ്ട് ഈ ഒരു വൈക്കൂടെ പോയാൽ നമുക്ക് പുറത്തെടുക്കാം. അപ്പൊ ഇമ്മാനിപ്പാനിയൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് നല്ല എന്താ പറയാ ഒന്ന് ലോക്കിലൊന്ന് വീഡിയോ എടുക്കായിരുന്നു. പിന്നെ ഞാൻ ക്യാമറ ഓഫാക്കിയ ഒരു മണ്ടലായിരുന്നു ഗൈസ്. കാരണം എന്താ അറിയുക, എന്റെ മാസ് നടത്താൻ പറ്റാത്ത ആ പട്ടി ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കും എന്ന് അറിഞ്ഞുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ കടന്നു കാണി ഇന്നെ കുറച്ചാണ് പേടിപ്പിച്ചായിരുന്നു. ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ നിർത്തത്രേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോ.